ഒരു ഭാഗത്ത് അമേരിക്ക ശാന്തി സമാധാനം ഹോർമുസ് തുറന്നു എന്ന് പറയുമ്പോൾ മറുഭാഗത്ത് പീറ്റ് ഹെക്സറ്റ് പറയുന്നത് ഞങ്ങൾ എന്തിനും തയ്യാറായി നിൽക്കുകയാണെന്നുള്ളതാണ്. ഇവിടെ ഏറ്റവും രസകരമായ കാര്യം എന്തെന്നാൽ ട്രംപ് ഏറ്റവും കൂടുതൽ സംസാരിച്ച ലോക നേതാവ് ആരെന്നറിയാവോ? ഫോണിൽ വിളിച്ചിട്ട് നരേന്ദ്രമോദിയാണ്. എല്ലാവർക്കും നമസ്കാരം, ഞാൻ അശ്വിൻ. അങ്ങനെ യുദ്ധം തുടങ്ങിയ ശേഷമുള്ള ഏറ്റവും നല്ലൊരു വാർത്ത വന്നിരിക്കുകയാണ്. യുദ്ധമൊക്കെ ഒന്ന് ശമിക്കാറായ പോലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇറാന്റെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള അബ്ബാസ് അറഗച്ചി ഒഫീഷ്യലി പറഞ്ഞിരിക്കുകയാണ്, സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് അഥവാ ഹോർമൂസ് കടലിടുക്ക് ഞങ്ങൾ പൂർണ്ണമായും തുറന്നു തന്നിരിക്കുകയാണ്. എല്ലാ കൊമേഴ്ഷ്യൽ കപ്പലുകൾക്കും സുരക്ഷിതമായിട്ട് പോകാം. ഞങ്ങളുടെ നേവിയായിട്ട് കോർഡിനേറ്റ് ചെയ്ത് അവർ കാണിച്ചു തരുന്ന വഴിയിലൂടെ പോവുക. കാരണം മറ്റു ചില ഭാഗങ്ങളിലൊക്കെ മൈൻസും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്, കുഴി ബോംബൊക്കെ ഇല്ലേ, അതൊക്കെ കടലടി കിടപ്പുണ്ട്. ഇപ്പോഴും നിങ്ങൾക്ക് തോന്നിയേക്കാവുന്നൊരു ചോദ്യം, അല്ല ഈ ഒരു ഹോർമൂസ് തുറന്നിരിക്കുന്നത് പെർമനന്റ് ആയിട്ടാണോ, ഇനി അങ്ങോട്ട് അടയ്ക്കത്തില്ല, ഇനി അവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല എന്നാണെങ്കിൽ ഇറാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് സീസ് ഫയർ തീരുന്നത് വരെ. ഏത് സീസ് ഫയറാന്ന് നോക്കുവാണെങ്കിൽ നമ്മൾ അമേരിക്ക ഇറാൻ സീസ് ഫയറിനെയൊക്കെ പറ്റി ഒരുപാട് സംസാരിച്ചിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ ദിവസം മറ്റൊരു സീസ് ഫയർ വെടിനിർത്തൽ കരാറ് രൂപപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇസ്രയേലും ലെബനനും തമ്മിലാണ്. ഇസ്രയേൽ ലെബനനെ ആക്രമിക്കുന്നതാണ് പല വിഷയങ്ങൾക്ക് വീണ്ടും വഴിവെച്ചിട്ടുണ്ടായിരുന്നത്. അതായത് അമേരിക്കയും ഇറാനും കൂടെ ഒരു 14 ദിവസത്തെ വെടിനിർത്തൽ കരാറൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. തൊട്ടുപുറമെ ഇസ്രായേൽ കാണിച്ചത് എന്താണ്? ചരിത്രത്തിൽ ഇന്നേ വരെ ഇസ്രായേൽ ലെബനനിലേക്ക് നടത്തിയിട്ടുള്ള ഏറ്റവും ഭീകരമായിട്ടുള്ളൊരു ആക്രമണം ഈ ഒരു കരാറിന് തൊട്ട് പുറമെ വരികയാണ്. അങ്ങനെ ഈ വെടിനിർത്തൽ കരാർ പാളുകയാണ്. ഇറാൻ വീണ്ടും ഗൾഫ് രാജ്യങ്ങളിലേക്ക് ആക്രമിക്കുകയാണ്. അങ്ങനെ വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് പോയിട്ടുണ്ടായിരുന്നല്ലേ. അപ്പോൾ ഞാൻ അന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ചതിച്ചാശാൻ ഇസ്രായേൽ ചതിച്ചു എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ട്രംപ് ഈ ഒരു ഇസ്രായേലിലെ ഒഫീഷ്യൽസിനെ വിളിച്ചു വരുത്തുകയാണ്, എൻ്റെ പൊന്നിസ്രായേലെ നിങ്ങൾ ഈ പരിപാടിയെ നിർത്ത്, നമ്മളൊരു ചർച്ച വെച്ചിട്ടുണ്ട്, അത് ചർച്ച നടത്തി നിങ്ങൾ തൽക്കാലത്തേക്ക് ഒരു 10 ദിവസത്തേക്കെങ്കിലും വെടിനിർത്തുമെന്നും പറഞ്ഞിട്ട് ഇസ്രായേലിനെയും ലെബനനെയും കൂടിയിട്ട് ഒരു ധാരണയിൽ എത്തിച്ചിട്ടുണ്ട്. പക്ഷേ 10 ദിവസം കഴിഞ്ഞ് എന്ത് സംഭവിക്കും എന്നുള്ളതാണ് ചോദ്യം. നമ്മൾ സാധാരണഗതിയിൽ പല സീസ് ഫയറും കഴിയുമ്പോൾ നമ്മൾ കാണുന്നത് അവർ ഈ ഒരു ഗ്യാപ്പിനിടയിൽ പല ധാരണകളിലേക്ക് എത്തിയിട്ട് യുദ്ധം അവസാനിപ്പിക്കുന്നതാണ്. പക്ഷേ ട്രംപ് എന്ന് പറയുന്ന ആ ഒരു അരക്കിറുക്കൻ്റെ അവസ്ഥ കൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റാത്ത സാഹചര്യം ഇതിൻ്റെ അകത്തുണ്ട്. നമ്മൾ ട്രംപിൻ്റെ അവസ്ഥ നോക്കുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ പുള്ളി ഇപ്പോൾ ആശ്വസിക്കുന്നുണ്ടായിരിക്കും, ഹാവു രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞിട്ട്. കാരണം ട്രംപ് എങ്ങനെയൊക്കെ നോക്കിയിട്ടും ഹോർമൂസ് തുറക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. ഈ യുദ്ധം തുടങ്ങിയപ്പോൾ ട്രംപ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഇറാനിലെ പരമോന്നത നേതാവിനെയും കൊന്നു, പ്രധാനപ്പെട്ട ലീഡേഴ്സിനെയും കൊന്നു, അവിടുത്തെ എയർബേസുകളും നഗരവും എല്ലാം കത്തിച്ചാമ്പലാക്കി, അവരുടെ യുദ്ധക്കപ്പലുകളെല്ലാം തകർത്തു. അങ്ങനെയൊക്കെ സംഭവിച്ചു കഴിയുമ്പോഴേക്കും അവിടെ ഒരു ഭരണമാറ്റം ഉണ്ടാകും, ഇറാൻ കീഴ്പ്പെടുമെന്നുള്ളതാണല്ലേ. പക്ഷേ നമ്മൾ പിന്നീട് അങ്ങോട്ട് കണ്ടെന്നാണ് IRGC വളരെ ശക്തമായിട്ട് തിരിച്ചടിക്കുകയാണ്. അവരാദ്യം ചെയ്തൊരു കാര്യം എന്തെന്നാൽ ലോകത്തിൻ്റെ 20% ക്രൂഡ് ഓയിലും പാസ് ചെയ്യുന്ന സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് പൂർണ്ണമായിട്ടും അടയ്ക്കുകയാണ്. അമേരിക്കയിലേക്കും ചൈനയിലേക്കും ഇന്ത്യയിലൊക്കെ വരുന്ന ക്രൂഡ് ഓയിലിൻ്റെ നല്ലൊരു ഭാഗം ഇതുവഴിയാണ് വരുന്നത്. അതോടൊപ്പം തന്നെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്ന എണ്ണയും ഇതുവഴി വേണം പോകാനായിട്ട്, UAE, ഖത്തർ, സൗദി തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നല്ലേ. അപ്പോൾ ഈ ഹോർമൂസ് അടച്ചോടെ ലോകം ട്രംപിൻ്റെ നേരെ തിരിയുകയാണ്. അതോടൊപ്പം തന്നെ ഇറാൻ്റെ ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള രൂക്ഷമായിട്ടുള്ള ആക്രമണം കാരണം അവിടുന്നും പ്രഷർ വരികയാണ്. അങ്ങനെ മൊത്തം പെട്ടു. ട്രംപ് എന്തൊക്കെ ചെയ്തിട്ടും ഈ ഹോർമൂസ് തുറക്കാനായിട്ടുണ്ടായിരുന്നില്ല. ട്രംപ് പറയുകയാണ് 2 ദിവസം കൂടി സമയം തരും, തുറന്നോ ഇല്ലെങ്കിൽ കത്തിക്കും, 14 ദിവസം കൂടി സമയം തരാം, 48 മണിക്കൂർ കൂടി സമയം തരാം, ഓപ്പൺ ദ റൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ലൈവായിട്ട് പുള്ളി പോസ്റ്റ് ഇടുകയാണ്. അങ്ങനെ അവസാനം ഒരു പോസ്റ്റ് ഇട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്, ഇന്നത്തോടുകൂടി ഇറാൻ എന്ന് പറയുന്ന നാഗരികത ഈ ഭൂമുഖത്ത് നിന്ന് അവസാനിക്കും, ഈവൻ വലിയൊരു ആക്രമണം നടത്താൻ പോകുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥ വരെ കാര്യങ്ങൾ കൊണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ കോപ്പി പേസ്റ്റ് പോസ്റ്റൊക്കെ വരുന്നതല്ലേ, ട്രംപിൻ്റെ ഓഫീസ് തന്നെ കൊടുത്തതാണ്. കാരണം ട്രംപ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി അല്ലെങ്കിൽ ആ ഒരു രാജ്യത്തെ ഇടയ്ക്ക് നിർത്തി കളിക്കുകയാണ്. ട്രംപിന് ഒരു കാരണവശാലും ഇത് നിർത്താൻ പറ്റുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ പാകിസ്ഥാൻ ഇതിൻ്റെ അകത്ത് മീഡിയേറ്ററായിട്ട് നിർത്തിക്കൊണ്ട് അവിടെ വെച്ച് ചർച്ചകളും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് എങ്ങനെയെങ്കിലും ഒരു പ്രശ്നപരിഹാരത്തിനെത്താനാണ് ട്രംപ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ എന്തായാലും പാകിസ്ഥാനിൽ വെച്ചിട്ട് ഒരു മീറ്റിംഗ് നടക്കുകയാണ്. JD വാൻസ് അടക്കമുള്ളവർ അവിടെ വരികയാണ്. പക്ഷേ ആ ഒരു മീറ്റിംഗ് അവിടെ പാളുകയാണ്. എന്നിട്ടും ട്രംപ് പറഞ്ഞൊരു കാര്യം എന്താണെന്ന്, കാരണം ഹോർമൂസ് തുറക്കുന്നില്ല. അപ്പോൾ ട്രംപ് പറയാണ് ഞങ്ങൾ അടുത്തൊരു മീറ്റിങ്ങിന് കൂടെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ ആവശ്യം എന്തെന്നാൽ ഹോർമൂസ് എങ്ങനെയെങ്കിലുമൊക്കെ തുറക്കുക എന്നുള്ളതാണ്. കാരണം എല്ലായിടത്തേക്കുമുള്ള എണ്ണകൾ ബ്ലോക്ക് ആകുകയാണ്, ലോകം മൊത്തം വലിയ പ്രതിസന്ധിയിലാകുകയാണ്, ട്രംപിന് ലോകത്തുണ്ടായിരുന്ന റെസ്പെക്റ്റ് നഷ്ടപ്പെടുകയാണ്, അമേരിക്കൻ ചരിത്രത്തിൽ ഏറ്റവും മോശപ്പെട്ടൊരു പ്രസിഡൻ്റായിട്ട് ലോകം വിലയിരുത്തുകയാണ്. അങ്ങനെയൊക്കെ വന്നപ്പോൾ ഇത് തുറക്കുക എന്നുള്ളത് ട്രംപിൻ്റെ മാത്രം ഉത്തരവാദിത്തമായി മാറുകയാണ്. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ ട്രംപിൻ്റെ അരക്കിറുക്കിൻ്റെ പുറത്ത് കണ്ടൊരു പ്ലാനായിരുന്നു. അതായത് കോമഡി ആയിട്ടൊക്കെ ഒരുപാട് ട്രോൾ ഉണ്ടായിരുന്നു. ബ്രേക്ക് ആൻ എനിമി ബ്ലോക്കേഡ് ബൈ ബ്ലോക്കിംഗ് ദ ബ്ലോക്കേഡ്, ഡോൺ സൂ. മറ്റേ സാധാരണ ഇങ്ങനെ സൺസു, ഫിലോസഫറായിട്ടുള്ള സൺസുവിൻ്റെ കോട്ട്സ് ഇങ്ങനെ വരാറുണ്ടല്ലോ, അതുപോലത്തെ ട്രംപിൻ്റെ ഇത് വെച്ചിട്ടുള്ള ട്രോളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായത്
ഹോർമൂസ് പുള്ളിയെ കൊണ്ട് തുറക്കാൻ പറ്റില്ല. ഇറാൻ എന്തൊക്കെ ചെയ്തിട്ട് ശക്തമായിട്ട് തിരിച്ചടിക്കുകയാണ്. പോടാവുല്ലേ ട്രംപ് എന്നും പറഞ്ഞ് ട്രംപിനെ ആട്ടി ഓടിച്ച് വിടുകയാണ്. അപ്പോഴെന്ത് ചെയ്തു, നിങ്ങൾ തുറന്നില്ലെങ്കിൽ വേണ്ട. അപ്പോൾ ഇറാൻ നിലവിൽ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം എന്തെന്നാൽ, ഈ തുറക്കുന്നതിന് മുമ്പ് വരെ ചെയ്തുകൊണ്ടിരുന്ന കാര്യം എന്തെന്നാൽ, ഇവരുടെ സൗഹൃദ രാജ്യങ്ങളായിട്ടുള്ള ചില രാജ്യങ്ങളുടെ കപ്പൽ അല്ലെങ്കിൽ ആ ഒരു രാജ്യങ്ങളിലേക്കുള്ള കപ്പൽ മാത്രമാണ് കടത്തിവിട്ടുകൊണ്ടിരുന്നത്. ഇന്ത്യ, പാകിസ്ഥാൻ, റഷ്യ, ചൈന, ഇറാഖ്, പിന്നീട് ചർച്ചകളിലൂടെ തായ്ലൻഡ്, മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങളുടെ കപ്പലുകളൊക്കെ കടത്തിവിട്ടിട്ടുണ്ടായിരുന്നു, ആ രാജ്യങ്ങളിലേക്കുള്ള കപ്പലുകളൊക്കെ. അപ്പോൾ അവിടെ കൂടെ പോകുന്ന കപ്പലുകൾക്ക് ഒരു $2 മില്യൺ ടോളും ഇറാൻ ഈടാക്കിയിട്ടുണ്ടായിരുന്നു. കാരണം ഇറാൻ പറയുന്നത്, ഞങ്ങളുടെ രാജ്യത്തിൻ്റെ നല്ലൊരു ഭാഗം ഇവർ തകർത്തു, ഞങ്ങൾക്ക് ഞങ്ങളുടെ രാജ്യം പുനർനിർമ്മിക്കണം, അതുകൊണ്ടാണ് ഞങ്ങൾ ടോൾ ഈടാക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ ഇന്ത്യയിലേക്ക് വന്ന കപ്പലിൻ്റെ പുറത്ത് അവർ ടോൾ ഈടാക്കിയിട്ടുണ്ടോ എന്ന് നോക്കുവാണെങ്കിൽ ഇല്ല. ആദ്യം നമ്മളുടെ ഇന്ത്യൻ ഗവൺമെൻറ് പറഞ്ഞു. ഇന്ത്യൻ ഗവൺമെൻറ് പറഞ്ഞപ്പോൾ പോലും നമ്മുടെ നാട്ടിലുള്ള പലർക്കും വിശ്വാസമായില്ല. അതിനുശേഷം ഇറാൻ തന്നെ ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിക്കുകയാണ്, ഇന്ത്യയിലേക്കുള്ള ഒരു കപ്പലുകളുടെ പുറത്തും ഞങ്ങൾ $1 പോലും ടോൾ ഈടാക്കിയിട്ടില്ല എന്നുള്ളതാണ്. ഞങ്ങൾക്ക് കോമൺ ആയിട്ടുള്ള ഇൻട്രസ്റ്റുകളുണ്ട് എന്നുള്ളതാണ് ഇറാൻ ഒഫീഷ്യൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. റോയിറ്റേഴ്സ് അടക്കം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ടായിരുന്നു. തീർച്ചയായിട്ടും നമ്മളുടെ ഇന്ത്യൻ ഗവൺമെൻറ്റും ഇറാനുമായിട്ട് ചേർന്നാണ് ഇറാനിലെ ചാബഹാർ പോർട്ടൊക്കെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ. അപ്പോൾ നമ്മുടെ ഡിപ്ലോമസി ലെവൽ എന്താണെന്ന് ആലോചിച്ച് നോക്കുക. ഇന്ത്യൻ കപ്പലുകളുടെ അല്ലെങ്കിൽ ഇന്ത്യയിലേക്കുള്ള കപ്പലുകളുടെ പുറത്ത് മാത്രം $1 അവർ ചാർജ് ചെയ്യുന്നില്ല ടോളായിട്ട്. കാരണം അതാണ് നമ്മുടെ ഡിപ്ലോമസി എന്നുള്ളത്. അല്ലാണ്ട് ചിലരിവിടെ പറയുന്നത് പോലെ തന്നെ ഏതെങ്കിലും ഒരു രാജ്യത്തെ നേതാവ് നമ്മളെന്തെങ്കിലും അസംബന്ധം പറഞ്ഞു, ഇപ്പോൾ ട്രംപ് വായെടുത്താൽ ആ സംബന്ധം പറയുന്ന ഒരാളാണ് നമുക്കറിയാം, തിരിച്ച് നമ്മുടെ രാജ്യത്തെ നേതാക്കളും അതുപോലെ തന്നെ പ്രതികരിക്കണമെന്നൊക്കെയാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ നമ്മൾ ഈ ഡിപ്ലോമസി അഥവാ നയതന്ത്രജ്ഞതയെക്കുറിച്ച് കൂടുതലൊക്കെ ആയിട്ടൊന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു. ഈവൻ സ്ട്രാറ്റജിക് സൈലൻസ് എന്ന് പറയുന്ന ഒന്നുവരെ അതിൻ്റെ ഭാഗമാണ്. അങ്ങനെ എന്തായാലും നമ്മുടെ രാജ്യത്തിൻ്റെ ഡിപ്ലോമസി എന്ന് പറഞ്ഞാൽ ടോപ്പാണ് ഈ ഒരു കാര്യങ്ങളിൽ. അപ്പോൾ ഇറാൻ അവിടെ കൂടെ ഈ ഒരു സൗഹൃദ രാജ്യങ്ങളുടെ കപ്പൽ മാത്രമാണ് ടോളൊക്കെ പിരിച്ച് ചാർജ് ചെയ്ത് വിട്ടുകൊണ്ടിരുന്നത്. അപ്പോഴും ഒരു പ്രശ്നം എന്തെന്നാൽ, ഇറാൻ ഈ ഒരു കടൽ മേഖലയിൽ, അതായത് സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസ് എന്ന് പറഞ്ഞാൽ 33 കിലോമീറ്റർ നീളുന്ന ഒരു കടലെടുക്കാണ്. അതിൻ്റെ ഏറ്റവും ഇടുങ്ങിയ ഭാഗത്ത് പോലും ഏകദേശം 59 കിലോമീറ്ററോളം നീളമുണ്ട്. അപ്പോൾ ഇറാൻ ഇതിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് മൈനുകൾ, അതായത് ബോംബുകളുണ്ടല്ലോ, കടലിൻ്റെ അടിയിലിടുകയാണ്. അതിൻ്റെ മുകളിൽ കൂടെ കപ്പൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബോംബ് പൊട്ടുകയും കപ്പൽ തകരുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ കടലിടുക്കിൻ്റെ കൃത്യമായിട്ടുള്ളൊരു ഭാഗത്ത് കൂടി പോകണമെന്ന് ഇറാൻ ഈ സൗഹൃദ രാജ്യങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഇറാൻ്റെ തീരത്തോടടുത്തുള്ള ഭാഗമാണത്. കാരണം മറ്റേ അവിടെ ബോംബ് കിടപ്പുണ്ട്, നിങ്ങൾ ഈ വഴിക്ക് പോയാൽ സേഫായിട്ട് പോകാമെന്നുള്ളതായിരുന്നു സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ ട്രംപിന് ഇത് കണ്ട് മൊത്തത്തിൽ കുരു പൊട്ടുക എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അതാണ് അവിടെ സംഭവിച്ചത്. ട്രംപ് പറയാണ്, വിടുവാണെങ്കിൽ എല്ലാവരെയും വിടണം, അല്ലെങ്കിൽ ആരെയും വിടണ്ട എന്ന് പറഞ്ഞിട്ട് ഇയാൾ ഇന്നേ വരെയുള്ള അമേരിക്കൻ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയൊരു ഇല്ലോജിക്കലായിട്ടുള്ള അല്ലെങ്കിൽ ഒരു കിറുക്ക് തരം കാണിക്കുകയാണ്. അതാണ് പറഞ്ഞത്, ബ്രേക്ക് ആൻ എനിമി ബ്ലോക്കേഡ് ബൈ ബ്ലോക്കിംഗ് ദ ബ്ലോക്കേഡ്. അതായത് ഓൾറെഡി അവിടെ ഇറാൻ മറ്റ് കപ്പലുകളൊക്കെ തടഞ്ഞൊരു ബ്ലോക്ക് വെച്ചിട്ടുണ്ടല്ലേ, ആ ഒരു ബ്ലോക്കിനെ ട്രംപ് വേറൊരു ബ്ലോക്ക് വെച്ച് ബ്ലോക്ക് ചെയ്യുകയാണ്. അമേരിക്കൻ നാവികസേനയുടെ ഒരുപാട് കപ്പലുകൾ ഈ ഒരു പ്രദേശത്തേക്ക് എത്തുകയാണ്. അവിടെ ഒരു ബ്ലോക്ക് സൃഷ്ടിക്കുകയാണ്. അവിടെ കൂടെ പോകുന്ന ഏതൊരു കപ്പലിനെയും തടയാനാണ് ഇവർ പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. ലോകത്തോട് ട്രംപ് ആഹ്വാനം ചെയ്യുകയാണ്, ഒരു കപ്പലും, അതായത് പോവുകയാണെങ്കിൽ എല്ലാം പോകണം, അല്ലെങ്കിൽ ആരും പോകണ്ട, ഇവിടെ കൂടെ പോകുന്ന എല്ലാ കപ്പലുകളെയും ഞങ്ങൾ തടയുമെന്ന് പറയുകയാണ്. പക്ഷേ ഉണ്ടല്ലോ, ട്രംപ് ഇവിടെയാണ് ശരിക്കും ഒരു കോമാളിയായി പോയിട്ടുണ്ടായിരുന്നത്. ബ്ലോക്കേഡ് പ്രഖ്യാപിച്ചു, ഇറാൻ്റെ നാവിക കപ്പലുകളൊക്കെ അവിടെ അണിഞ്ഞൊരുങ്ങി ഇങ്ങനെ നിൽക്കുകയാണ്, പട ഒരുക്കം നടത്തി ഇങ്ങനെ നിൽക്കുകയാണ്. പക്ഷേ ആ ഒരു സമയത്താണ് ചൈനയുടെ കപ്പൽ അതുവഴി പോകേണ്ട കാര്യമുണ്ടായിരുന്നു. അവർ കൂളായിട്ട് ഹോണും മുഴക്കിക്കൊണ്ട്, മറ്റേ കപ്പലിൻ്റെ ഹോൺ അറിയാമല്ലോ അല്ലേ, അത് മുഴക്കിക്കൊണ്ട് സുഖമായിട്ട് പോവുകയാണ്. അമേരിക്ക തൊട്ടില്ല. കാരണം അമേരിക്കയ്ക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം, ചൈന ഈ യുദ്ധത്തിനൊന്നുമില്ല, ചൈനയെ തൊട്ട് കഴിഞ്ഞാൽ സംഗതി വഷളാകുമെന്നും പറഞ്ഞുകൊണ്ട് ചൈനയുടെ കപ്പലുണ്ടല്ലോ അവിടെ കൂടെ സുഖമായിട്ട് പോവുകയാണ്. ഇവർ നോക്കി നിൽക്കുകയാണ് അമേരിക്ക. ഇതോടെ ട്രംപ് ലോകത്തിൻ്റെ മുമ്പിൽ, അമേരിക്കൻ ജനതയുടെ മുമ്പിൽ വീണ്ടും ഒരു ഭീരുവായിട്ട് മാറുകയാണ്. വലിയ ആഹ്വാനമായിരുന്നല്ലോ നടത്തിയിട്ടുണ്ടായിരുന്നത്, ഒരു കപ്പലും അവിടെ കൂടെ പോകണ്ട, പോകുന്ന കപ്പലിനെ ഞങ്ങളുടെ നാവികസേന കത്തിക്കുമെന്നുള്ളതൊക്കെ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ചൈനീസ് കപ്പൽ പോവുകയാണ്. തൊട്ടു പുറമേ തന്നെ ചൈനീസ് പ്രസിഡൻ്റായിട്ടുള്ള ഷീ ജിൻപിങ് ഒരു പ്രസ്താവന നടത്തുകയാണ്, ഞങ്ങൾക്ക് ഇറാനുമായിട്ട് ഒരുപാട് എഗ്രിമെൻറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്, ഞങ്ങളുടെ വഴിക്ക് പോട്ടെ, ഞങ്ങൾ ഇതിലൊന്നുമില്ല, ഞങ്ങളുടെ 80% എണ്ണയും വരുന്നത് ഈ ഹോർമൂസ് വഴിയാണ്, അപ്പോൾ അതേലെങ്ങാനും കൈവച്ച് കഴിഞ്ഞാൽ പണി ഞങ്ങൾ തരുമെന്ന് കൃത്യമായിട്ട് ഷീ ജിൻപിങ്ങും മറ്റ് ചൈനയുടെ ഒഫീഷ്യൽസും പറയുകയാണ്. ഇതോടെ ട്രംപ് ആകപ്പെടുകയാണ്. അങ്ങനെ പുറമേ വന്ന പല രാജ്യങ്ങളുടെയും കപ്പലുകൾ ഇങ്ങനെ പാസ് ചെയ്ത് പോവുകയാണ്. അമേരിക്കൻ നേവി അവിടെ നോക്കുകുത്തിയെ പോലെ നോക്കി നിൽക്കുന്നൊരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ട്രംപിൻ്റെ ഈ പദ്ധതി, ഈ ബ്ലോക്കേഡ് 8 നിലയിൽ പൊട്ടുകയാണ്. ട്രംപ് വീണ്ടും ലോകത്തിൻ്റെ മുമ്പിൽ ഒരു ബഫൂണായി മാറുകയാണ്. ട്രംപിൻ്റെ ഏറ്റവും വലിയ ആവശ്യം എന്താണ്? അത് ലോക നേതാക്കളിൽ നിന്നും മറ്റ് ലോകരാജ്യങ്ങളിൽ നിന്നും എല്ലാം പ്രഷറുണ്ട്, ട്രംപിന് താങ്ങാൻ പറ്റുന്നില്ല. അതിനപ്പുറത്തേക്ക് ട്രംപിനെതിരെ 80 ലക്ഷത്തോളം വരുന്ന ജനങ്ങൾ തെരുവിലിറങ്ങി എന്ന് പറയുമ്പോൾ സ്വന്തം രാജ്യത്തെ ജനങ്ങൾ വരെ അയാളെ ആട്ടിത്തുപ്പുന്നൊരവസ്ഥയാണ്. ഈ ട്രംപിൻ്റെ ഓഫീസൊക്കെ ചെയ്യുന്നൊരു കാര്യമുണ്ട്, എപ്പോഴും ഇവരുടെ പോപ്പുലാരിറ്റി ലെവല് അളന്നുകൊണ്ടേയിരിക്കും. ഈ ഗവൺമെൻറ് മാധ്യമങ്ങളും മറ്റ് സ്രോതസ്സുകളിൽ നിന്നൊക്കെ ആയിട്ട് എത്രത്തോളം പ്രശസ്തനാണ്, അല്ലെങ്കിൽ ജനങ്ങൾക്ക് എത്രത്തോളം മതിപ്പുണ്ട് എന്നൊരു
ആ ഒരു ഇൻഡെക്സ് കണക്കാക്കിക്കൊണ്ടേയിരിക്കും. അങ്ങനെ പരിശോധിച്ചപ്പോൾ US അഡ്മിനിസ്ട്രേഷന് കിട്ടിയ ഒരു വിവരം എന്തെന്നാൽ ഈ ഒരു 10-40 വർഷം എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ വെറുക്കപ്പെട്ട ഒരു പ്രസിഡൻ്റാണ് ട്രംപ് എന്നുള്ളതാണ്. അതായത് ജനങ്ങൾ തന്നെ ഇങ്ങനെ അത്രത്തോളം തള്ളിക്കളയുകയാണ്, എടുത്ത് ചവറ്റുകൊട്ടയിലിടുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അങ്ങനെ ട്രംപിൻ്റെ അടുത്ത പദ്ധതി എന്തെന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും രണ്ടാമത് മീറ്റിംഗ് സംഘടിപ്പിക്കുക, ആ ഒരു തട്ടിക്കൂട്ട് പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇതൊന്ന് പരിഹരിക്കുക, ഇതൊന്ന് യുദ്ധം എങ്ങനെയെങ്കിലും തീർക്കണം എന്നുള്ളൊരു ചിന്ത മാത്രമായി ട്രംപിന്. അപ്പോൾ ഇറാനെ എങ്ങനെയെങ്കിലുമൊക്കെ ഈ ഒരു മീറ്റിങ്ങിന് കൊണ്ടുവരാനൊക്കെ ട്രംപ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇറാൻ ഒരു തരത്തിലും വഴങ്ങാത്തൊരു സാഹചര്യം. അവർ ഓൾറെഡി പാകിസ്ഥാനിൽ വന്നു, ചർച്ച നടത്തി. പക്ഷേ ഇവിടെ JD വാൻസ്, അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്തെന്നാൽ ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ പറയും, നിങ്ങൾക്ക് സമ്മതമാണോ? നെഗോസിയേഷൻസ് ഇല്ല. നമ്മളൊരു വില പേശുന്നത് എങ്ങനെയാണ്? കടക്കാരൻ 500 പറയും, നമ്മൾ 200 പറയും, 450 പറയും, 250 പറയും, അങ്ങനെ പോകുമല്ലേ. പക്ഷേ ഇവിടെ നെഗോസിയേഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു വൺ സൈഡഡ് എഗ്രിമെൻ്റ് ആയിരുന്നു വൈസ് പ്രസിഡന്റ് JD വാൻസ് മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇറാൻ പറഞ്ഞു ഇത് പറ്റില്ല, നിങ്ങളുടെ കാര്യങ്ങൾ മാത്രമാണ് നോക്കുന്നത്, ഞങ്ങളുടെ ഭാഗമൊന്നും കേൾക്കാൻ നിങ്ങൾ തയ്യാറല്ല, നിങ്ങൾ വേറെ പണിക്ക് പോകുന്നു പറഞ്ഞിട്ട് ആ ചർച്ച അപ്പാടെ പാളുകയാണ്. എന്തായാലും അമേരിക്ക രണ്ടാമതും ഒരു ചർച്ചയ്ക്ക് ശ്രമിക്കുകയാണ്. ആ ചർച്ചയ്ക്ക് എന്തെങ്കിലുമൊക്കെ പരിഹാരം കണ്ടെത്തിയെന്ന് വരുത്തി തീർത്തിട്ട് ഈ യുദ്ധം അവസാനിപ്പിക്കാനായിരുന്നു അമേരിക്കയുടെ പ്ലാൻ. പക്ഷേ ഇറാൻ ആ ചർച്ചയ്ക്ക് വരില്ല എന്നറിയിക്കുകയാണ്. അതോടെ തന്നെ ട്രംപിൻ്റെ പുതിയ കളികൾ എന്തെന്നാൽ ലോക നേതാക്കളെ വിളിച്ചിട്ട് ഒരു പ്രഷർ ചെലുത്തുക എന്നുള്ളതാണ്. ഇവിടെ ഏറ്റവും രസകരമായ കാര്യം എന്തെന്നാൽ ട്രംപ് ഏറ്റവും കൂടുതൽ സംസാരിച്ച ലോക നേതാവ് ആരെന്നറിയാവോ? ഫോണിൽ വിളിച്ചിട്ട് നരേന്ദ്രമോദിയാണ്. നരേന്ദ്രമോദിയെ വിളിച്ച് ട്രംപ് 40 മിനിറ്റ് സംസാരിക്കുകയാണ്. അതിൻ്റെ അകത്ത് പ്രധാനമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നത് ഈ സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസ് തുറക്കേണ്ടതിൻ്റെ ആവശ്യകതയെ പറ്റിയിട്ടും അത് എത്രത്തോളം പ്രധാനമാണ്, അതിൻ്റെ സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസിൻ്റെ കാര്യങ്ങളുമൊക്കെ ആയിരുന്നു സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എന്തായാലും ശ്രീ നരേന്ദ്രമോദി, ചൈനീസ് പ്രസിഡന്റ് ആയിട്ടുള്ള ഷീ ജിൻപിങ്ങിനെ ട്രംപ് കോൺടാക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് ലോക നേതാക്കളുടെ പ്രഷറിനെ തുടർന്ന് ഇറാൻ ഒരു കാര്യം സമ്മതിക്കുകയാണ്. ഞങ്ങൾ ഹോർമൂസ് തൽക്കാലത്തേക്ക് തുറക്കാം, പക്ഷേ ഞങ്ങൾക്ക് വേണ്ട ഒരു ഉറപ്പെന്തെന്നാൽ, അതായത് കഴിഞ്ഞ ഒരു സീസ് ഫയർ ഉണ്ടായിരുന്നല്ലോ 14 ദിവസത്തേക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്, അതെങ്ങനെയാണ് അതിനൊരു വിള്ളൽ വന്നതെന്നാണ് ഇറാൻ ചോദിച്ച ചോദ്യം. അതിന് വിള്ളൽ വന്ന് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇസ്രായേൽ ലെബനനിലേക്ക് വലിയൊരു ആക്രമണം നടത്തുകയാണല്ലേ. അപ്പോൾ ഇറാന് വേണ്ട ഉറപ്പെന്തെന്നാൽ അമേരിക്ക തൽക്കാലത്തേക്ക് ഞങ്ങളെ ആക്രമിക്കത്തില്ല ഞങ്ങൾക്കറിയാം, പക്ഷേ ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ഉറപ്പാണ് ഞങ്ങൾക്ക് വേണ്ടത്. അങ്ങനെ ട്രംപിൻ്റെ അടുത്ത ലക്ഷ്യമെന്ന് പറഞ്ഞാൽ ഇസ്രായേലിനും ലെബനനും, അതായത് ഈ ഒരു യുദ്ധമായിട്ട് ബന്ധമില്ലാത്ത ലെബനനാണ്, അതിലേക്ക് ആക്രമിച്ചപ്പോഴാണ് ഇറാന് പ്രശ്നമായിട്ടുണ്ടായിരുന്നത്. അല്ല, ഇറാൻ്റെ സൗഹൃദ രാജ്യമാണ് ലെബനൻ എന്നുള്ളത്. ഇറാൻ്റെ പ്രോക്സി ഗ്രൂപ്പായിട്ടുള്ള ഹെസ്ബുള്ളയുടെ കേന്ദ്രവുമാണ് ലെബനൻ എന്നുള്ളത് അല്ലേ. അങ്ങനെ എന്തായാലും ട്രംപിൻ്റെ അടുത്ത ശ്രമം എന്നുള്ളത് ഇവരെ രണ്ടുപേരും തമ്മിൽ ഒരു ധാരണയാക്കിയിട്ട് ഒരു സീസ് ഫയർ, വെടിനിർത്തൽ കരാർ ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് ട്രംപ് നേരെ ബെഞ്ചമിൻ നെതന്യാഹുവിനെ വിളിക്കുകയാണ്. നെതന്യാഹുവിനെ രക്ഷിക്കണം, നിങ്ങളാണ് കഴിഞ്ഞ തവണ എന്നെ ചതിച്ചത്, ഇത്തവണ ചതിക്കരുത്, മാത്രമല്ല എനിക്കൊരു വെടിനിർത്തൽ കരാർ ഉണ്ടാക്കിയേ പറ്റത്തുള്ളൂ, കാരണം എൻ്റെ പ്രസ്റ്റീജിൻ്റെ ഇഷ്യൂ ആണ്, എങ്ങനെയെങ്കിലും അങ്ങനെ സഹായിക്കണമെന്നും പറഞ്ഞിട്ട് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ കാലിൽ വീഴുകയാണ്. അങ്ങനെ നെതന്യാഹു അവിടുത്തെ ഒരു ഒഫീഷ്യലിനെ അമേരിക്കയിലേക്ക് വിടുകയാണ്. ട്രംപ് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു നമ്മളുടെ ഓഫീസിൽ വെച്ചിട്ട്, വാഷിങ്ടണിൽ നമ്മളുടെ ഓഫീസിൽ വെച്ചിട്ട് നമുക്കൊരു മീറ്റിംഗ് വിളിക്കാം, വൈസ് പ്രസിഡൻ്റായിട്ടുള്ള JD വാൻസ് അത് മധ്യസ്ഥത വഹിക്കും. അങ്ങനെ ഈ ഒരു ഇസ്രായേലിലെയും ലെബനനിലെയും ഒഫീഷ്യൽസ്, ഹൈ റാങ്ക് ഒഫീഷ്യൽസ് അമേരിക്കയിലെത്തിയിട്ട് ഒരു ചർച്ച നടത്തുകയാണ്. ചൊവ്വാഴ്ചയായിരുന്നു ചർച്ച നടത്തിയിട്ടുണ്ടായിരുന്നത്. രണ്ടാമത്തെ ദിവസം, അതായത് ബുധനാഴ്ച, വ്യാഴാഴ്ച ട്രംപ് ആ ഒരു പോസ്റ്റ് ഇടുകയാണ്, ആ ഒരു ലോകത്തെ അറിയിക്കുകയാണ്. ഇസ്രായേലും ലെബനനും കൂടിയിട്ട് ഒരു 10 ദിവസത്തെ വെടിനിർത്തൽ കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഈ 10 ദിവസത്തേക്ക് ഇസ്രായേൽ ലെബനനെ ആക്രമിക്കത്തില്ല. അങ്ങനെ ആ ഒരു കാര്യം തൽക്കാലത്തേക്ക് സെറ്റ് ചെയ്തു. തൊട്ടടുത്ത ദിവസം തന്നെ ഇറാൻ പറഞ്ഞ വാക്ക് പാലിക്കുകയാണ് കേട്ടോ. ഇവരുടെ ഒരു ക്വാളിറ്റി ആയിട്ട് ഞാൻ ശ്രദ്ധിച്ച കാര്യം എന്തെന്നാൽ ഇവർ വെറുതെ അങ്ങോട്ട് കയറി ആരെ ആക്രമിക്കുന്നില്ല. ഇവരെ ആക്രമിക്കുമ്പോൾ ഇവർ പ്രത്യാക്രമണം നടത്തുന്നു. പക്ഷെ അത് ഗൾഫ് രാജ്യങ്ങളിലേക്കാണ് ഇവർ ആക്രമിക്കുന്നത്, കാരണം ഇവർക്ക് വേറെ വഴിയില്ല എന്നാണ് ഇവർ പറയുന്നത്. എന്തെങ്കിലുമൊക്കെ ആകട്ടെ, ഇവർ പറഞ്ഞ വാക്കുകളൊക്കെ പാലിക്കുന്നുണ്ട്. ആദ്യം ആ ഒരു 14 ദിവസം വെടിനിർത്തൽ കരാർ പ്രഖ്യാപിച്ചു. ഇവർ പിന്നീട് ഗൾഫിലേക്കൊന്നും ആക്രമിച്ചില്ലായിരുന്നു. പക്ഷേ ഇസ്രായേൽ അത് തെറ്റിച്ച് ലെബനനിലേക്ക് ആക്രമണം നടത്തിയപ്പോഴാണ് ഇവർ വീണ്ടും ആക്രമണം നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോഴെന്തായാലും ഈ ഒരു കേസ് നോക്കുവാണെങ്കിൽ ഇറാൻ പറഞ്ഞതുപോലെ തന്നെ അടുത്ത ദിവസം തന്നെ ഹോർമൂസ് പൂർണ്ണമായിട്ടും തുറന്നു എന്നും പറഞ്ഞിട്ട് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കുകയാണ്. എന്നുവരെ, അതായത് ഇസ്രായേലും ലെബനനുമായിട്ടുള്ള സീസ് ഫയർ ഉള്ളിടത്തോളം ആ ഒരു 10 ദിവസത്തേക്ക്, ഇന്നലെയാണ് സീസ് ഫയർ ധാരണയായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 16-ാം തീയതി തുടങ്ങി ഏപ്രിൽ 26 വരെയാണ് നിലവിൽ ഹോർമൂസ് പൂർണ്ണമായിട്ടും തുറക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് കാര്യങ്ങളൊക്കെ കലങ്ങി തെളിഞ്ഞല്ലോ, എല്ലാം ശാന്തമായല്ലോ, 10 ദിവസത്തിനുള്ളിൽ അവർ പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ചർച്ചയൊക്കെ നടത്തിയിട്ട് ഒരു പെർമനൻറ്റ് സൊല്യൂഷനിലേക്ക് എത്തുമെന്നുള്ളതാണല്ലേ. പക്ഷേ അപ്പോഴും ഒരു പ്രശ്നമുണ്ട്. അതായത് അമേരിക്കയും ഇസ്രായേലും യുദ്ധം തുടങ്ങിയത് എന്തിനായിരുന്നു, അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് ഇറാനെ വേട്ടയാടുന്നത് എന്തിനാണ്? മറ്റൊന്നുമല്ല, ഇറാൻ ഒരു ആണവ ശക്തിയാകുന്നത്, ഒരു ആണവായുധം നിർമ്മിക്കുന്നത് തടയുന്നതിന് വേണ്ടിയാണ്. അത് പരിഹരിക്കപ്പെട്ടു നോക്കുകയാണെങ്കിൽ ഇല്ല, ആ ഒരു കാര്യത്തിൽ ഇതുവരെ കൃത്യമായിട്ടുള്ളൊരു ധാരണയായിട്ടില്ല. അത് ധാരണയാകാത്തടത്തോളം കാലം ട്രംപിന് ഇതിൽ നിന്ന്
പിന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം പുള്ളിയുടെ പ്രസ്റ്റീജ് ഇഷ്യൂ ആയിപ്പോയി. അതും പറഞ്ഞാണല്ലോ യുദ്ധം തുടങ്ങിയത്. ഇനി അതിനെന്തെങ്കിലും ഒരു പരിഹാരം കാണാതെ യുദ്ധത്തിൽ നിന്ന് പിന്മാറിയാൽ ലോകം ഇയാളെ കൂക്കി വിളിക്കും. അതുകൊണ്ട് തന്നെ ട്രംപ് ആകെപ്പാടെ വീണ്ടും ട്രാപ്പായ ഒരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ട്രംപ് ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു ഓഫർ എന്താണെന്നറിയാമോ? ഇറാന് അമേരിക്ക ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള ഇറാൻ്റെ $20 ബില്യൺ ഉണ്ടല്ലോ, അത് ഞങ്ങൾ വിട്ടുതരാം ഇറാന്. 20 ബില്യൺ എന്ന് പറഞ്ഞാൽ 1 ബില്യൺ എന്ന് പറയുമ്പോൾ ഏകദേശം 9,000 കോടിയുടെ അടുത്താണ്. അതായത് 20 ബില്യൺ എന്ന് പറഞ്ഞാൽ 1,80,000 കോടി രൂപയുടെ അടുത്ത്. 1,80,000 കോടിയാണ് കേട്ടോ. അത് എത്രത്തോളം വലിയൊരു എമൗണ്ട് ഉണ്ടെന്ന് ചിന്തിക്കുക. അപ്പോൾ അത്രയും ഫണ്ട് ഞങ്ങൾ അൺഫ്രീസ് ചെയ്ത് തരാം, റിലീസ് ചെയ്ത് തരാം എന്നുള്ളൊരു ഓഫറാണ് ട്രംപ് മുമ്പോട്ട് വയ്ക്കുന്നത്. എന്തിനു പകരമായിട്ട് നിങ്ങൾ ഈ പരിപാടി, നിങ്ങളുടെ ആണവ പരിപാടി ഉണ്ടല്ലോ, അത് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യണം. അതായത് എൻട്രി ചെയ്ത സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉണ്ടല്ലോ, അത് നിങ്ങളിപ്പോൾ ചെയ്യേണ്ട കാര്യം എന്തെന്നാൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് മറ്റ് രാജ്യങ്ങളിലേക്ക് നിങ്ങൾക്ക് കടത്തി മാറ്റണം, വേറെ രാജ്യങ്ങളിലേക്ക് റഷ്യയിലേക്കോ വല്ലയിടത്തേക്കൊക്കെ മാറ്റണം. അല്ലെങ്കിൽ ലോ ഗ്രേഡഡ് ആയിട്ടുള്ള യുറേനിയമായിട്ട് മിക്സ് ചെയ്ത് ഈ എൻട്രി ചെയ്തിട്ടുള്ള യുറേനിയം നശിപ്പിച്ച് കളയണം, അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ അറ്റോമിക് ഏജൻസിക്ക് കൈമാറണം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ട്രംപ് മുമ്പോട്ട് വെച്ചിട്ടുള്ളത്. പക്ഷേ പ്രശ്നം എന്തെന്നാൽ ഇറാൻ ഇതൊരിക്കലും അംഗീകരിക്കാൻ പോകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവർ ഇത്രയും ചെറുത്തുനിൽപ്പ് നടത്തിയ എന്തിനാണ്? ഈ ഒരു യുറേനിയം സമ്പുഷ്ടീകരണമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി തന്നെയാണ്. അല്ലെങ്കിൽ അവർക്ക് ആദ്യമേ പറഞ്ഞാൽ മതിയായിരുന്നു, ഇല്ല ഞങ്ങൾ ഈ പരിപാടി നിർത്തുകയാണ്, നിങ്ങൾ ആ എൻട്രി ചെയ്തിട്ടുള്ള യുറേനിയം എടുത്തുകൊണ്ട് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നം കംപ്ലീറ്റ് തീർന്നേനെ. ഇവരെ പിന്നീട് ആരും ആക്രമിക്കത്തില്ലായിരുന്നു, ലോകശാന്തി സമാധാനത്തിലേക്ക് വന്നേനെ. അത്രയും ചെറുത്തുനിൽപ്പ് നടത്തിയിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് അവർക്ക് മുന്നോട്ട് പോവുക തന്നെ വേണം. അങ്ങനെ ഇരിക്കെ ട്രംപ് പറയുകയാണ് ആ ഒരു സമ്പുഷ്ടീകരിച്ച യുറേനിയമൊക്കെ നമുക്ക് വേറെ രാജ്യത്തേക്ക് മാറ്റണം, ഇനി നിങ്ങളവിടെ വച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല, നിങ്ങളുടെ ഈ സമ്പുഷ്ടീകരണ കേന്ദ്രമൊക്കെ നശിപ്പിച്ച് കളയണമെന്ന് പറഞ്ഞാൽ അവർ ചെയ്യുമെന്ന് എനിക്കൊട്ടും തോന്നുന്നില്ല. കാരണം അവരുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. അവർ വലിയൊരു ജീവിതാഭിലാഷമായിട്ട് അവരുടെ പരമോന്നത നേതാവിനെ വരെ കൊന്ന് ഇതിൻ്റെ പേരിലാണ്. അപ്പോൾ അവരത് നിർത്തുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എനിക്കൊരിക്കലും തോന്നുന്നില്ല. അപ്പോൾ ട്രംപിൻ്റെ ഈ 20 ബില്യൺ ഓഫർ അവർ അക്സെപ്റ്റ് ചെയ്യുമോ ഇല്ലയോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടറിയാം. നിലവിൽ ഇവിടെ ഒരു മേജർ ട്വിസ്റ്റ് സംഭവിക്കണമെങ്കിൽ ഏപ്രിൽ 26 കഴിയണം, ആ ഒരു സീസ്ഫയർ കാലാവധി കഴിയണം. അതിനുശേഷം മാത്രമേ ഇവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് ഹോർമൂസ് തുറന്നെങ്കിലും അവിടെയുള്ള ഈ ഒരു ട്രംപിൻ്റെ US നേവിയുടെ ബ്ലോക്കേഡ് ഉണ്ടല്ലോ, അവിടെ കപ്പലുകളൊക്കെ നിലയുറപ്പിച്ചിട്ടുണ്ടല്ലോ, അതൊന്നും പിൻവലിക്കുന്നില്ല എന്ന് തന്നെയാണ് ട്രംപ് പറഞ്ഞിട്ടുള്ളത്. അതായത് ആ കപ്പലുകളൊക്കെ അവിടെ തുടരും. അതോടൊപ്പം US ഡിഫൻസ് സെക്രട്ടറി ആയിട്ടുള്ള പീറ്റ് ഹെക്സറ്റ് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി തന്നെയാണ് നിൽക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ മിഡിൽ ഈസ്റ്റ് നോക്കുകയാണെങ്കിൽ എല്ലാ തയ്യാറെടുപ്പുകളോടെയും അമേരിക്ക ഒരു പടയ്ക്കായിട്ട് ഒരുങ്ങി നിൽക്കുകയാണ്. അതായത് നമ്മൾ ഒരു തോക്കെടുത്തിട്ട് കാഞ്ചി വലിക്കാനായിട്ട് ഇങ്ങനെ പോയിന്റ് ചെയ്ത് ഇങ്ങനെ പിടിച്ച് ജസ്റ്റ് ഒന്ന് വലിച്ചാൽ മാത്രം മതിയല്ലേ, ആ ഒരു പോയിന്റിലാണ് അമേരിക്കൻ സൈന്യം നിൽക്കുന്നത് എന്നൊരു സൂചനയായിരുന്നു ഇന്നലെ നടന്നിട്ടുള്ള ഒരു പത്രസമ്മേളനത്തിൽ പീറ്റ് ഹെക്സറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് ഈ ഒരു സീസ് ഫയർ കഴിയുമ്പോൾ ഏപ്രിൽ 26 കഴിയുമ്പോൾ എന്തു സംഭവിക്കാമെന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. ഒരു ഭാഗത്ത് അമേരിക്ക ശാന്തി സമാധാനം ഹോർമൂസ് തുറന്നു എന്ന് പറയുമ്പോൾ മറുഭാഗത്ത് പീറ്റ് ഹെക്സറ്റ് പറയുന്നത് ഞങ്ങൾ എന്തിനും തയ്യാറായി നിൽക്കുകയാണെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു നല്ല വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ അശ്വിൻ മാടപ്പള്ളി സൈനിങ് ഔട്ട്.